ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കടല തലേന്ന് തന്നെ കുതിർത്ത് ഒന്ന് കുക്കറിൽ ഒരു 4 വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പം ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി 2-3 കഷ്ണം ഇഞ്ചി ഇത്രയും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അല്പം പച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേങ്ങ വറക്കൊന്നും വേണ്ട കേട്ടോ. ഈ രീതിക്ക് കടലക്കറി തയ്യാറാക്കുമ്പോൾ പച്ച തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് അരപ്പിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതിനൊന്ന് ഫൈനായിട്ട് അരച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മളതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരല്പം വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ അരപ്പം ഒന്ന് നന്നായിട്ട് നമുക്ക് കുക്കായി കിട്ടണം. അതുപോലെ തന്നെ ഇതിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ അരപ്പൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പം നമുക്കിനി അടുത്തതായിട്ട് മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മളിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വീണ്ടും ഒന്നുകൂടി വഴറ്റിക്കെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമ്മളതിലേക്ക് നമ്മുടെ കടല ഒരു 4 വിസിൽ അടിച്ച് മാറ്റി വെച്ചതായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കിത് കടല ഒരു 2 വിസിലും കൂടെ അടിച്ചെടുക്കാനുണ്ടെങ്കിൽ നമ്മളെ കടല നന്നായിട്ടൊന്ന് നമുക്ക് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ കടലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം കറിവേപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ച് നമ്മളിതിനൊരു 2 വിസിലടിക്കാൻ വെക്കുക. ഏകദേശം 2 വിസിലടിച്ചിട്ട് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എന്താ കടലയൊക്കെ നന്നായി കുക്കായി നമ്മൾ അരപ്പൊക്കെ അതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് വേണമെങ്കിൽ തന്നെ കടല ആദ്യം തന്നെ വേവിക്കുന്നില്ലെങ്കിൽ അരപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഒരു 5-6 വിസിലടിച്ചാലും മതി. പക്ഷെ നമ്മൾ അരപ്പന്നേരം അത്രയും സമയം അതിനകത്ത് കിടന്ന് ഇതായി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം തന്നെ ഒരു 4 വിസിലടിച്ചത്. അടിപൊളി കറിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു കുഞ്ഞുകൂടി നാളെ വരാം.